വെൽക്കം ബാക്ക് കെയറ ക്രിയേഷൻസ്. ഇസ്മി അശ്വതി. സെലിബ്രിറ്റീസിൻ്റെ കയ്യിലൊക്കെ കാണുന്ന ആ തിളങ്ങുന്ന കുഞ്ഞു ബാഗില്ലേ, പോട്ട്ലി ബാഗ് എന്ന് വിളിക്കുന്ന ആ ബാഗാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫാബ്രിക്കിൻ്റെ മെഷർമെൻ്റ് ഒക്കെ പറയുന്നതിന് മുന്നേ ഞാൻ എടുത്ത ഈ ഫാബ്രിക് കുറച്ച് സ്ഥലത്തൊക്കെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിന് ഞാനൊരു അപ്ലിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വേറൊരു ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കരിച്ച് ഒന്ന് ഉരുക്കി കൊടുക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നൂലൊന്നും വിട്ടു പോവാതിരിക്കും. ഇനി ഞാൻ കുറച്ച് മിറേഴ്സ് കൂടി റാൻഡംലി അത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ മിറേഴ്സ് ഫാബ്രിക്കിന് കുറച്ചുകൂടി എൻഹാൻസ് ലുക്ക് കൊടുക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം, വർക്ക് ചെയ്ത ഇടവും ചെയ്യാത്ത ഇടവും തമ്മിലുള്ള മാറ്റം. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലവും ഇതേപോലെ വർക്ക് ചെയ്തെടുക്കാം. ഇവിടെ രണ്ട് സ്ഥലവും ഞാൻ ഒരേപോലെ അങ്ങനെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അയ്യയ്യോ, എന്തുവാ ഇത് വേറൊന്നുമല്ല, എംബ്രോയ്ഡറി വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പഞ്ഞിയും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് വീഡിയോ കാണിക്കുമ്പോൾ വൃത്തിക്ക് കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാനൊരു വൈറ്റ് ഫാബ്രിക് കൊണ്ട് അത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ഞാൻ ഫാബ്രിക് ഇപ്പോൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തിരിച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ ലെങ്ത് 9 ഇഞ്ചാണ് എടുത്തേക്കുന്നത്, വിഡ്ത്ത് 10 ഇഞ്ച്. ലെങ്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ പോട്ട്ലി ബാഗ് മതിയെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് കുറയ്ക്കാം. വിഡ്ത്ത് 11 വരെ എടുത്താലും നല്ലതായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ അതേ മെഷർമെൻറ്റിൽ ഞാൻ ലൈനിങ് ഫാബ്രിക്കും കൂടെ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും സെയിം കളർ തന്നെ എടുക്കുക. പിന്നെ ഞാനൊരു കളർ ചോക്കിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത്. അതായത് ഈ 9 ഇഞ്ചില്ലേ എടുത്ത 2 എഡ്ജസും ആദ്യം 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇടുക, പിന്നെ താഴോട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഞാനിതിൻ്റെ 1 എഡ്ജ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനതിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ട് അടുത്ത എൻഡും കൂടെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു എൻഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഹാങ്ങിങ് ലേസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ലേസ് വയ്ക്കുമ്പോൾ അതുപോലെ അടിയിൽ ഒരു സർക്കിളായിട്ടും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്യുന്നതുകൊണ്ടും 1/2 ഇഞ്ച് ലേസിന് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ നമ്മൾ ലൈനിങ് ഫാബ്രിക്കും തയ്ച്ചെടുക്കുക. ലൈനിങ് ഫാബ്രിക്കിൽ ഗ്യാപ്പൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് വിട്ട് ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ആ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. അതിടണം, അത് മസ്റ്റായിട്ട് ഇടണം. അതിലൂടെയാണ് നമ്മൾ ഡോറി ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഫണൽ ഷേപ്പിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഇനി നമ്മൾ കവർ ചെയ്ത് തയ്ക്കണം. അതിനൊരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് തുണി വെട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇക്വേഷൻ പ്രയോഗിക്കുകയാണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2π. കണക്കറിഞ്ഞൂടെന്ന് പറഞ്ഞ് ആരും ഓടിപ്പോകരുത്, വളരെ എളുപ്പമാണ്. സർക്കംഫറൻസ് 44 സെൻറ്റിമീറ്റർ, അതായത് ഞാൻ ചുറ്റളവ് അളന്ന് നോക്കിയപ്പോൾ 44 സെൻറ്റിമീറ്റർ കിട്ടി. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7, അങ്ങനെ 3.14 കിട്ടി. അങ്ങനെ നമുക്ക് 7 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പിൾ 7 റേഡിയസ് ഉള്ള സർക്കിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം തയ്ക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പുറത്ത് വെച്ച് നോക്കി ഇതൊന്ന് കറക്റ്റ് ആണെന്നോ ഞാനൊന്ന് പിൻ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കാണാവുന്നതാണ് ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് ഫാബ്രിക് വെച്ചിട്ട് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. നമുക്കൊരു സ്ക്വയർ ഷേപ്പിന് തുണി എടുത്തിട്ട് നമുക്ക് എഡ്ജസ് വെച്ച് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാനപ്പോൾ ഒരു ലൈനിങ്ങിനും ഒരു റൗണ്ട് ഫാബ്രിക്, അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിന് റൗണ്ട് ഫാബ്രിക് രണ്ടിലും എടുത്തിട്ടുണ്ട്. അത് രണ്ടും അറ്റാച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തയ്യൽ തുമ്പ് ഇൻ ബിറ്റ്വീൻ ദ ഫാബ്രിക് വരുന്ന രീതിയിൽ നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ പോട്ട്ലി ബാഗ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ കുറച്ച് കട്ടി, ഒരു സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡോ എന്തായാലും കിട്ടിയത് എന്തെങ്കിലും വെച്ചിട്ട് ഒരു കട്ടിയുള്ള ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ ഇന്നർ സർക്കിൾ കണ്ടോ, അതായത് നമ്മുടെ തയ്യൽ തുമ്പ് പോയിട്ട് പിന്നെ വരുന്ന ഇന്നർ സർക്കിൾ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിഫായിട്ട് പോട്ട്ലി ബാഗ് ഇരിക്കും. നല്ല ഭംഗിയാണ് അങ്ങനെ വെക്കുമ്പോൾ അത് കാണാനായിട്ട്. ഇനി നമ്മൾ തയ്ച്ച് വെച്ച ലൈനിങ് ഫാബ്രിക് ഇത് ആയിട്ട് ഇതുപോലെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തയ്യൽ തുമ്പൊക്കെ എവിടെ വരുമെന്ന് കൃത്യമായി കണ്ടല്ലോ, ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഇതിൻ്റെ എൻഡ് ഭാഗം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഒരു 80-85% തയ്ക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഇതുപോലെ തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ എല്ലാം പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് ടോപ്പ് ഭാഗം ഫുള്ളായിട്ട് ആ ഗ്യാപ്പ് ഉള്ളിടോ എല്ലാം പിടിച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പോട്ട്ലി ബാഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോഴും അവിടെ
ആ ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ ഇതൊന്ന് എല്ലാം ഒന്ന് സെക്യൂറാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് അവിടെ കൊടുക്കുന്നുണ്ട്. ഞാനത് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇങ്ങനെ റൗണ്ടിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡോറി എടുക്കുക. ഡോറിയുടെ ലെങ്ത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 22 ഇഞ്ച് മുതൽ 25 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം. ഇനി ഒരു സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡ്, അതിലൂടെ ഇൻസേർട്ട് ചെയ്ത് അതിൽ കൂടെ തന്നെ എൻ്റെ എഡ്ജ് പുറത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി നെക്സ്റ്റ് ഡോറി നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഞാൻ വെളിയിൽ കൂടെ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഇതുപോലെയാണ് അടുത്തത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് ഇതുപോലെ ലെഫ്റ്റ് കൂടെ ആണെങ്കിൽ ലെഫ്റ്റിൽ കൂടെ തന്നെ എൻ്റെ 2 എഡ്ജും എടുക്കുക, റൈറ്റിൽ കൂടെ അടുത്ത റൈറ്റിൽ കൂടെ 2 എഡ്ജ് എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിനിങ്ങനെ പൊക്കോളും. അങ്ങനെയാണ് നമ്മൾ ഈ വലിക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡോറി കൂടെ അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇത് കഴിയുമ്പോൾ ഏകദേശം ഇതിൻ്റെ പണിയെല്ലാം തീർന്നു. ഇനി നമുക്ക് 2 ടെസൽസ് ആഡ് ചെയ്യാം. അത് ഒരു കെട്ട് ഇട്ട് കൊടുത്തിട്ട് ടെസൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പില്ലോ ടെസൽസാണ് നല്ല ഭംഗിയിലുള്ള. അപ്പോൾ ഈ ടെസൽസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇതിൽ കൂടെ ഇട്ടാൽ ലെങ്ത് കൂടുതലാവും. ഏതെങ്കിലും ഒരു ടെസൽസ് ആഡ് ചെയ്താൽ മതി. നമുക്ക് വാങ്ങിക്കാനും ടെസൽസൊക്കെ വാങ്ങിക്കാനും കിട്ടുമല്ലോ, ഏതായാലും ആഡ് ചെയ്യാം. ഇനി അതുപോലെ ഹാങ്ങിങ് ആയിട്ട് നമുക്കൊരു പിടി കൊടുക്കണമല്ലോ ഇതിന് വേണ്ടിയിട്ട്. അതിൽ ഹാൻഡ് ഹാങ്ങിങ്ങിനും കൂടെ ഞാനൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ റിബൺ പോലത്തെ ഒരു ഫാബ്രിക്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു ലേസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ലേസ് കൈകൊണ്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ആ ഒരു നമ്മുടെ 2 എഡ്ജ് വശമില്ലേ, അതിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഈ 2 വശം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ 2 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പിന്നെ അനങ്ങത്തില്ല, നല്ല സെക്യൂർ ആയിട്ടിരിക്കും. അപ്പോൾ അടിയിലെ വശം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. ഹാൻഡ് വർക്ക് മീൻസ് ഞാൻ അവിടെ കൈത്തയ്യലിട്ട് തുന്നി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആ കല്ലൊക്കെ മാറ്റിയിട്ടാണ് അടുത്തത് സെക്യൂർ ചെയ്യുന്നത്. അങ്ങനെ 2 ഭാഗത്ത് സെക്യൂർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ നല്ല ഒരു ഇതായിട്ട് ഇരിക്കും. നമുക്ക് ഈ പോട്ടലി ബാഗ് സാരി, ലെഹങ്ക, ചുരിദാർ, അതായത് ട്രഡീഷണൽ എത്നിക് ഫ്യൂഷൻ ഡ്രസ്സിനോടൊപ്പം ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നല്ല നല്ല സ്റ്റിച്ചിങ് വീഡിയോസ്, ടിപ്സ്, കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം. ടിൽ ദെൻ ബൈ ബൈ.